ഞാനൊരു പ്രേഫായി നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. വളരെ തിരക്കിട്ട് നെട്ടോട്ടം ഓടുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് എളുപ്പത്തിൽ നടത്താവുന്ന ഒരു പ്രാർത്ഥനാ രീതി, കൈവിരലുകളുടെ ഒരു പ്രാർത്ഥനാ രീതി നിങ്ങൾക്ക് ക്രിസ്തുമസ് സമ്മാനമായിട്ട് നൽകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിന് ഞാൻ കൊടുക്കുന്ന പേര് പ്രേഫായി. പ്രിയമുള്ളവരെ, വേറെ ഒന്നുമല്ല, നമ്മൾ പലപ്പോഴും കൈകൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഈ കരങ്ങൾ കൂപ്പിയുള്ള പ്രാർത്ഥനയ്ക്ക് അതിൻ്റേതായ വലിയൊരു അർത്ഥമുണ്ടെന്ന് വിരലുകളുടെ പ്രാധാന്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 5 വിരലിൻ്റെ പ്രാർത്ഥന. നമ്മൾ ഉപയോഗിക്കുന്നത് തള്ളവിരൽ നമ്മളിങ്ങനെ കൈകൂപ്പി പിടിക്കുമ്പോൾ നമ്മളുടെ ഹൃദയത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുകയാണ്. അതിൽ തന്നെ അത് വളരെ വ്യക്തമാണ്. നമ്മളുടെ ചങ്കോട് ചേർത്ത് വെച്ചിട്ടുള്ള തള്ളവിരൽ അല്ലെങ്കിൽ തന്തവിരൽ എന്നൊക്കെ പറയുന്നത് നമ്മളുടെ മാതാപിതാക്കളെയും നമ്മളെ വളർത്തി വലുതാക്കിയവരെയും ഒക്കെ ഓർത്ത് സമർപ്പിക്കുവാൻ നാം ഉപയോഗിക്കുകയാണ്. രണ്ടാമത്തത് ചൂണ്ടുവിരൽ. നമ്മളെ ചൂണ്ടിക്കാണിച്ച് ഇതാണ് നല്ല വഴി, ഇതിലെ നടക്കുക എന്ന് പറഞ്ഞ നമ്മളുടെ അധ്യാപകർ, നമ്മളുടെ വൈദികർ, നമ്മളുടെ സിസ്റ്റേഴ്സ്, നമ്മളെ വഴികാട്ടിയ ഓരോരുത്തരെയും ഈ ചൂണ്ടുവിരലിലൂടെ നാം ദൈവത്തിന് സമർപ്പിക്കുകയാണ്. മൂന്നാമത്തത് നടുവിരൽ. അത് വിരലുകളിൽ ഏറ്റവും വലുതാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ നേതാക്കന്മാരെ പ്രതിനിധാനം ചെയ്യുന്നു. നമ്മളുടെ ഭരണ നേതാക്കന്മാരെ, ഭരണാധികാരികളൊക്കെ ഇത് പ്രതിനിധാനം ചെയ്യുകയാണ്. അടുത്തത് മോതിരവിരൽ. നമ്മൾ വിരലുകൾ ഇങ്ങനെ കൂട്ടിപ്പിടിക്കുമ്പോൾ നമുക്ക് ഓരോ വിരലുകളും വളരെ എളുപ്പത്തിൽ നമുക്കിങ്ങനെ മാറ്റാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് തള്ളവിരൽ എളുപ്പത്തിൽ മാറ്റാം, ചൂണ്ടുവിരൽ മാറ്റാം, നടുവിരൽ മാറ്റാം. പക്ഷേ മോതിരവിരൽ മാറ്റാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെ നമ്മൾ ഈ മോതിരവിരലിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ ചുറ്റുപാടുമുള്ള ഒറ്റപ്പെട്ടവർ, വേദന അനുഭവിക്കുന്നവർ, ബലഹീനർ, രോഗികൾ ഒക്കെ സമർപ്പിക്കുക. 5-ാമത്തെ വിരൽ ചെറുവിരൽ. അത് പ്രതിനിധാനം ചെയ്യുന്നത് വേറെ ആരെയുമല്ല, അത് നമ്മളെ തന്നെയാണ്. ഈ നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ നിസ്സാരത, നമ്മളുടെ എളിമ, ഇതൊക്കെ ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെ കൈവിരൽ കൂപ്പി തമ്പുരാൻ്റെ മുമ്പിൽ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന നിസ്സാരമായ പ്രാർത്ഥന നാം നടത്തുമ്പോൾ നമ്മളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും നാം സമർപ്പിക്കുകയാണ്. ഈ കൈവിരൽ കൂപ്പിക്കൊണ്ട് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ എത്രയോ സുന്ദരമായ സമഗ്രമായ ഒരു പ്രാർത്ഥനയാണ്. ഈ ചെറു സമയം കൊണ്ട് സമ്പൂർണമായ സമർപ്പണം നടത്താനുള്ള ഒരവസരം നമുക്ക് വിനിയോഗിക്കാം. ഇത് ഒരു ക്രിസ്മസ് സമ്മാനമായി ഉണ്ണീശോ നമുക്ക് നൽകിയതായി നമ്മളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ ആശംസകൾ ഏറെ സ്നേഹത്തോടുകൂടെ ആശംസിക്കുകയാണ്. ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ.